അപ്പോൾ അങ്ങനെയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരനുഭവം ഉണ്ടായത്, നദിയിൽ, ഋതമാല നദിയിൽ, അതിലും ഒരു ഗൂഢമായിട്ടുള്ള തത്വം കേട്ടോ. ഭാഗവതം ശരിക്ക് കേൾക്കുമ്പോൾ നല്ല കാതോർമ്മയോട് കൂടിയിട്ട് കേൾക്കണം. ഓരോ ആവർത്തി കേൾക്കുമ്പോഴും അതേപോലെ ഓരോ ആവർത്തി പറയും തോറും പുതിയ പുതിയ ആശയങ്ങൾ വെളിപ്പെട്ടു വരുന്നതാണ്. സാധാരണ ഒരർത്ഥം മാത്രമല്ല, ഗൂഢമായ അർത്ഥങ്ങളാണ് ഈ പല പുരാണ ഇതിഹാസങ്ങളിലും വെച്ചിരിക്കുന്നത്. രണ്ട് തരം അർത്ഥങ്ങളെപ്പറ്റി പറയും: ലക്ഷ്യാർത്ഥം, വാച്യാർത്ഥം. പുരാണങ്ങൾ 3 ഭാവത്തിലാണ് രചിച്ചിരിക്കുന്നത്: ആധ്യാത്മിക ഭാഷ, പരമത ഭാഷ, ലൗകിക ഭാഷ. അങ്ങനെ 3 ഭാഷകളാണ്. ലൗകിക ഭാഷയിൽ ലൗകികമായിട്ടുള്ള അർത്ഥം അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രുക്മിണി സ്വയംവരത്തിന് പുതുവസ്ത്രം പൂജിക്കുക, മക്കൾക്ക് കല്യാണമായില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ ചെയ്യുക സ്വാമി? പുതുവസ്ത്രമൊക്കെ പൂജിച്ച് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്ത് നല്ല പ്രാർത്ഥിക്കൂ കേട്ടോ എന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിന് അവരെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം ശരിയാണ്, അവർക്കതുണ്ടാവും. അത് ലൗകികന്മാരുടെ. പരമത ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വിഷയങ്ങൾ തന്നെ അനേകം പുരാണങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. രാമായണത്തിലും ഒരേ തത്വം തന്നെ, ഭാഗവതത്തിലും ഭാരതത്തിലുമൊക്കെ. എന്താണത്? സത്യം വദ ധർമ്മം ചര. അതാണല്ലോ സത്യം വദ ധർമ്മം ചര. ധർമ്മത്തിൽ ചരിക്കുക. കാരണം എന്താ? ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുർ അച്യുത. ആചാരത്തിൽ നിന്നാണ് ധർമ്മം ഉത്ഭവിക്കുന്നത്. ധർമ്മത്തിന് പ്രഭു ആരാ? ഭഗവാനാണ്. ഇത് തന്നെയാണ് വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കണ്ടൻ്റാണ് എന്ന് പറയാം. ഒരൊറ്റയുള്ളൂ. അപ്പോൾ അനേക ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിः. ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിः പരോപകാരപുണ്യായ പാപായ പരപീഡനം ആണ്. ആ 2 ശ്ലോകങ്ങൾ ഓർത്താൽ മതി. നമ്മൾ മാഹാത്മ്യത്തിന് ആദ്യത്തെ ഒരു ശ്ലോകം പറഞ്ഞു. എന്താണത്? അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പച്ഛകാലോ ബഹവച്ഛ വിഘ്നാഃ യത് സാരഭൂതം തതുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരം ഇവ അംബുമിശ്രം. അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അപ്പോൾ അനന്തശാസ്ത്രം ബഹുവേദിതവ്യം, ധാരാളം ശാസ്ത്രങ്ങളുണ്ട് അനേകം വേദങ്ങളിലൂടെ പ്രതിപാദിച്ചിരിക്കുന്ന രീതിയിൽ. അല്പച്ഛകാലോ ബഹവച്ഛ വിഘ്നാഃ. നമുക്ക് കാലം എത്രയുള്ളൂ? വളരെ കുറച്ചേ കാലമുള്ളൂ. എന്നാലോ അനേകം വിഘ്നങ്ങളുണ്ട് താനും. മനസ്സിലായില്ലേ? അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തെക്കൻ ഭാഗത്ത്, കോട്ടയം ഭാഗത്ത് ഒരു സപ്താഹത്തിന് പോയപ്പോൾ ഒരു മുരളീധരൻ നായർ, ബാങ്ക് മാനേജറാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പരിചയപ്പെട്ടു. വലിയ സന്തോഷമായി. എന്തൊരു ഭക്തി അറിയോ അദ്ദേഹത്തിന്. അതെ, അദ്ദേഹം പറയണേ, സ്വാമിജി ഇനി അടുത്ത തവണ നമ്മൾ കാണുമ്പോഴുണ്ടല്ലോ ഞാൻ അങ്ങയോടൊപ്പം കാണും കേട്ടോ, മുന്നേ കാണും ഞാൻ. ഇല്ലേ മറ്റേ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഉണ്ടല്ലോ, പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ 1250 രൂപ 8 എണ്ണം വാങ്ങിയിട്ടുണ്ട് ഗുരുവായൂരെന്ന് കേട്ടോ. അപ്പോൾ ഈ മാർച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആധ്യാത്മികത്തിലോട്ടങ്ങ് ഇറങ്ങുക. എവിടേക്കാണ് ഇറങ്ങണം? അതെ, അടുത്ത കൊല്ലം പോയി പത്മനാഭ മുരളീധരൻ നായരെ കാണാനില്ല. എന്താ അത് കഥ? രുക്മിണി സ്വയംവര ദിവസം വന്നു, ഒരു പെട്ടി നിറയെ ലഡുവായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി സന്തോഷമായിട്ട്. മുരളിയേട്ടാ റിട്ടയർഡായില്ലേ? നീട്ടി കിട്ടിയോ? മാർച്ചിൽ വന്ന്. അല്ല, കണ്ടില്ല. മോടെ വീട് പണി നടക്കുക. അതെ, ഞാനില്ലേ, ഒക്കത്തില്ല. അത് മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച മാതിരിയല്ല. പഴയൊരു ചൊല്ലുണ്ടല്ലോ അല്ലേ, നാടൻ സമ്പ്രദായം. എന്താണ്? ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ എന്നാ. ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ. പല്ലി വിചാരിക്കുക ഞാനത് താങ്ങണ. സത്യത്തിൽ നമ്മളില്ലെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നടക്കും. വെറുതെ തോന്നുന്നതാ. നമ്മൾ വിഷയങ്ങളെ കയറി പിടിക്കുകയാണ്. നമ്മളെ പിടിച്ചു എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും എന്നാണ്. പക്ഷേ ആ വിടാൻ സാധിക്കില്ല. അതിന് നല്ല ഉൾക്കരുത്ത് വേണം. കാരണം ഉൾക്കരുത്തുള്ള ആളുകൾക്കാണ് വ്യവസ്ഥയോടുകൂടി ഓരോന്നെ നീക്കി വെച്ചിട്ട് നല്ല ധൈര്യത്തോടുകൂടി, ആ ധൈര്യമുള്ളവനാണ് എന്തെങ്കിലും നേട്ടമുണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്ന് പറയണേ. മനസ്സിലായില്ലേ? അതാണ് അല്പച്ഛകാലോ ബഹവച്ഛ വിഘ്നാഃ. ധാരാളം വിഘ്നങ്ങളും ഉണ്ടാവും. യത് സാരഭൂതം തത് ഉപാസിതവ്യം. എന്താണോ ഇതിൻ്റെ സാരം അത് പറയാം. ഹംസോ യഥാ ക്ഷീരം ഇവാംബുമിശ്രം. ഹംസം ഏതുപോലെ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്താൽ അതിൽ നിന്ന് പാല് മാത്രം എടുത്ത് വെള്ളത്തെ വേർതിരിക്കുന്നുവോ, അതിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് എന്ത് വേണമോ വേണ്ടത് മാത്രം സ്വീകരിച്ചിട്ട് വേണ്ടാത്തതിനെ മാറ്റിവെക്കുവാനുള്ള വിവേകം ഉണ്ടാവണം. ഒന്ന്. അതിൻ്റെ അനുബന്ധമായിട്ട് രണ്ടാമതെന്താണ്? ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിः
അർദ്ധശ്ലോകം കൊണ്ട് പറയാം കോടിക്കണക്കിന് ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്താണ് എന്ന്. അതെന്താണ്? പരോപകാര പുണ്യായ പാപായ പരപീഡനം. പരോപകാരം എന്നത് ഏറ്റവും വലിയ പുണ്യം. പാപം എന്നതോ എന്താണത്? പാപം പരപീഡനം. മനസ്സിലായില്ലേ? പിന്നെ അഭിമാനങ്ങളെ കളയണം. അപ്പോഴാണ് നമുക്ക് നേട്ടം ഉണ്ടാവുക എന്ന് പറയണം. അന്യ ആളുകളുടെ ഹൃദയത്തിൽ കൃപ ഉണ്ടാവുന്ന സമീപനവും ഉണ്ടാവണം. മനസ്സിലായില്ലേ? പരഭക്തിയുണരാത്ത മനുജൻ്റെ മനമെന്ന് മണമറ്റ മലരിന് സമമായി വരും. ഇളകുന്ന കടലിൻ്റെ ഇടയിൽ പെട്ടില പോലെ ദുരിതത്തിലുടറിടാനിടയായി വരും. ജനിമൃതിയിൽ പെട്ടലയാനായി ഇടയായി വരും. സുഖമെണ്ണി തിരയുന്ന മനുജാ നിന്നഭിമാനം വെടിയാതെ ഭുവനത്തിൽ സുഖമെങ്ങിനീ. അന്യ ആളുകളിലെ ആ കാര്യങ്ങൾ നമുക്കൊരു താല്പര്യവും ശ്രദ്ധയും ഉപദ്രവിക്കാത്ത ഒരു മനസ്സും വേണം. എന്നാലാണ് ഇതൊക്കെ സാധിക്കുക എന്ന് പറയുകയാണ്. ഏതായാലും സത്യവ്രത മഹാരാജാവിനുണ്ടായിട്ടുള്ള ഒരാഗ്രഹം പ്രളയം കാണണം. അങ്ങനെ ഋതമാല നദിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ തർപ്പണം ചെയ്യുകയാണ്. തർപ്പണം വേണം കേട്ടോ, എല്ലാ ആളുകൾക്കും വേണം. ആളുകളുടെ ധാരണ നൂലുള്ളവർക്ക് മാത്രമുള്ളതാണ്. അല്ല, സന്ധ്യാവന്ദനം ഋഷികളെയും ദേവന്മാരെയും ദേവഗണങ്ങളെയും ഋഷിഗണങ്ങളെയും പിതൃഗണങ്ങളെയും തർപ്പണത്തിലൂടെ തൃപ്തിപ്പെടുത്തണം എന്നാണ് പറയുക. സ്വല്പം ആ മന്ത്രം എന്താണ്? മാതാവായിട്ടുള്ള ഗായത്രി മന്ത്രം തന്നെ. ഓം ഭൂർഭുവസ്വതത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ദേവാൻ തർപ്പയാമി ഋഷീൻ തർപ്പയാമി ഋഷിഗണാൻ തർപ്പയാമി പിതൃൻ തർപ്പയാമി പിതൃഗണൻ തർപ്പയാമി. തർപ്പണം ചെയ്യുകയാണ്. അപ്പോൾ അവസാനം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഓം ധ്രുവാസിത്വാ സുക്ഷിയന്തോ വ്യാസ്മൽപാശം വരണോ ജല്ലവോ എന്നോന അതീർവസ്ഥാഭിയം സ്വസിവി സദാന വാം വരുണായ നമ. വരുണ ഭഗവാനെ വെച്ച് മുകളിൽ കയറി. അപ്പോൾ വെള്ളം അങ്ങനെ എടുത്തപ്പോൾ ഇതിലൊരു കുഞ്ഞു മത്സ്യം കൈക്കുമ്പിള്ളി. നല്ല കൗതുകം. ഈ ചെറിയ സാധനങ്ങൾ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലേ. റോഡ് കൂടെ ചിലപ്പോൾ നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴേ ചെറിയ ചില പട്ടിക്കുട്ടികൾ ഇങ്ങനെ റോഡ് കൂടെ പോകണം. കണ്ടാൽ നമുക്ക് മെല്ലെ പിടിച്ച് കയറ്റാൻ തോന്നും. അതേമാതിരി പൂച്ചയുണ്ടാവും. അതിനൊരു കുഞ്ഞിനൊരു കൗതുകമാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കളയാൻ തോന്നിയില്ല കേട്ടോ. അദ്ദേഹം അതിനെ മെല്ലെ എടുത്തിട്ട് എന്ത് ചെയ്തറിയോ? കമണ്ടലിലിട്ടിട്ട് നേരെ ഇല്ലത്തേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ രാജധാനിയിലേക്ക് കൊണ്ടുവന്നു. അതിന് ചെറിയൊരു കുട്ടി അടുക്കിലിട്ട് വെച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അടുക്കിൽ നിന്ന് പൊന്തി നിൽക്കണം വലുതായിട്ടേ. ഒരു ദിവസം കൊണ്ട് എന്താ കഥ? ഒന്ന് തീറ്റയൊന്നും കാര്യമായിട്ട് കൊടുത്ത് വലുതായിരിക്കണം. അപ്പോൾ അദ്ദേഹം അതിനെ എടുത്തിട്ടൊരു അണ്ടാവിലിട്ടു. പിറ്റേ ദിവസം കഥ എന്താ? അണ്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ അതിനൊരു കുണ്ടാവിലിട്ടു. കുണ്ടാവെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ എടുത്തിട്ട് കിണറ്റിലിട്ടു. കിണർന്ന് നിറഞ്ഞ് പൊങ്ങി നിന്നപ്പോൾ അതിനെ വലിച്ച് കയറ്റിയിട്ട് കുളത്ത് കൊണ്ടുപോയിട്ടു. കുളമെന്ന് പറഞ്ഞല്ലോ, അത് വല്ലാത്തൊരു. അതിനെ കെട്ടി വലിച്ചു കൊണ്ടുപോയി സമുദ്രത്തിലങ്ങോട്ട് ഇട്ടു. സമുദ്രത്തിലിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നപ്പോൾ മത്സ്യം പറയണേ, ഹേ രാജൻ, അങ്ങ് ഇത്രയും കാരുണ്യമില്ലാത്തവനാണോ? തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടുന്നായി ഒച്ച കേൾക്കണം? മത്സ്യം പറയുക, ഈ വലിയ വലിയ മകരമത്സ്യങ്ങളുടെയും തിമിംഗലങ്ങളുടെയും ഇടയിൽ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോവാൻ എങ്ങനെയാണ് അങ്ങയുടെ മനസ്സനുവദിക്കണേ? ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇത്ര സ്ഫുടമായിട്ട് ഈ ഒരു ഭാഷ പ്രയോഗിക്കണമെങ്കിൽ ഇതൊരു മീനല്ല അല്ലേ? അതെ, അങ്ങ് ആരാണ്? നമ്മളെ പരീക്ഷിക്കാനായിട്ട് വേഷം മാറി വന്നിട്ടുള്ള ഭഗവാൻ തന്നെ അല്ലേ? സത്യം വെളിപ്പെടുത്തണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് യാചിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ ദിവ്യരൂപത്തെ കാണിച്ചു. അതിനുശേഷം പറഞ്ഞു, രാജൻ, ഇന്ന് തൊട്ട് 7-ാം നാൾ അങ്ങയ്ക്ക് പ്രളയം കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രളയത്തിൽ മൊത്തം മൂടുമ്പോൾ ഭാവിയിലേക്ക് വേണ്ട വിത്തുകളൊക്കെ എടുത്തിട്ട് സപ്തഋഷികൾ തോണിയിൽ കയറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അവരുടെ തോണിയിൽ അങ്ങേക്ക് പോവാം, മറുകരയെത്താൻ സാധിക്കും. ആ ഘട്ടത്തിൽ ഞാനൊരു ഒറ്റക്കൊമ്പൻ മത്സ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ ആ കൊമ്പിൽ ആ തോണിയുടെ ശിഖ കൂട്ടി കെട്ടിയാൽ അനായാസേന മറുകര കറക്കാമെന്ന് സൂചിപ്പിച്ചു. അങ്ങനെ പോയി. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു കാറ്റും കോളും ഉണ്ട്. മഴ വരുന്നുണ്ടോ? അല്ല, പുതുമഴയാകുമ്പോൾ ഇങ്ങനെ
ആസ്വദിക്കാനൊരു രസമാണ് പുതുമഴ. അതിൽ കാരണം ആ മണ്ണിങ്ങനെ നനഞ്ഞിട്ട് അതിൽ നിന്നൊരു ആവി വരുമ്പോൾ ഒരു പുതുമണ്ണിൻ്റെ ഒരു മണമുണ്ട്. അതുമാത്രമല്ല ആലിപ്പഴം വെറുക്കാം വീഴുമല്ലോ, അതൊരു രസമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് സിറ്റ് ഔട്ടിൽ കയറി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സാധാരണ മഴയല്ല കേട്ടോ, തുള്ളിക്ക് ഒരു കുടം പേമാരിയെന്ന്. അതങ്ങനെ വല്ലാതെ ഈ പുഴ മാതിരി അങ്ങോട്ട് ഒഴുകി അവസാനം എന്തായി, തൻ്റെ വീടും വെള്ളത്തിൽ മുങ്ങി, ആകെ വെള്ളമായി. പിന്നെ നീന്തൽ നിന്നാൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല. പക്ഷേ അത്യാപത്ത് വരുമ്പോൾ ഒക്കെ പഠി തന്നെയില്ലേ, തള്ളി. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ ഒരു തോണി ഇങ്ങനെ വരുന്നു, ഋഷികൾ അതിൽ കയറി ഇങ്ങനെ വരുമ്പോൾ നിലവിളി കൂടിയിട്ട് കയ്യും കാലോട്ട് അടിച്ചപ്പോൾ അവർ വേഗം അടുത്തേക്ക് എത്തി. അങ്ങനെ പിടിച്ചു കയറി തോണിയുമ്മൽ പിടിച്ച് കയറിയെന്ന് മാത്രമല്ല കണുത്ത് പറിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു പ്രകാശം. നോക്കുമ്പോൾ ആ പ്രകാശം എന്താണ്, ഒരു കൊമ്പിങ്ങനെ മുകളിലേക്ക് പൊന്തി വന്നു. വാലിട്ടിട്ടൊന്ന് പടച്ചപ്പോൾ നേരത്തെ പറഞ്ഞമായുള്ള മത്സ്യമാണ്. സ്വാമിമാരോട് പറയാൻ നിന്നപ്പോഴേക്കും സ്വാമിമാരോട് മിണ്ടാതിരുന്നോളൂ, ഒക്കെ ഞങ്ങൾക്കറിയാം. അവർ വേഗം ഒരു കുടുക്കിട്ട് നേരെ ആ കൊമ്പിലേക്ക് എറിഞ്ഞ് തോണിയുടെ ഇതിലേക്ക് ശിഖയിൽ കെട്ടി. അങ്ങനെ നേരെ ജലോപരി മറുകരയിൽ. അപ്പോൾ ഈ കഥ പറയുമ്പോൾ രാജാവ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക. കഥയല്ലല്ലോ കഥ, കഥയ്ക്കുള്ളിലൊരു കഥയുണ്ട്, ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താ അറിയോ, പണ്ട് നമ്മൾ ദേശമംഗലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടൊരു ക്ഷേത്രമുണ്ട്. പല്ലൂരാണോ പുല്ലൂരാണോ ഓർമ്മയില്ല, ഒരു നരസിംഹമൂർത്തി ക്ഷേത്ര, എപ്പോഴും സപ്താഹം നടക്കാറുണ്ട്. അങ്ങനെ ബാലകൃഷ്ണ ഷാരടി അദ്ദേഹത്തിനെ വിളിച്ചു, ഒക്കെ ബുക്ക് ചെയ്തു. അദ്ദേഹത്തിന് ഒരു ഹിമാലയ യാത്ര എങ്ങനെ എന്തൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. പിന്നെ നോക്കിയത് വെൺമണീനെ, അദ്ദേഹത്തിനെയും കിട്ടിയില്ല. ഇവർ ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തു. നിശ്ചയിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ മാറ്റം വരണതേ. അങ്ങനെ വരുമ്പോൾ വലിയ വിഷമമാണല്ലോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് എന്തായി, ഈ ക്ഷണം നമ്മുടെ അടുത്തേക്ക് എത്തി. അവർ വാളേരി നായർ വീട്ടിലൊരു മണിയേട്ടൻ കൂട്ടരെ കണ്ടു. വലിയ പ്രമാണിമാരാ, അതെ ജന്മിമാരൊക്കെയാണ്. കൃഷ്ണകുമാർ സാറിനെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ജി ഉണ്ട്, എൻ ഗോപാലകൃഷ്ണൻ സാർ വരുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം ശശികല ടീച്ചർ. ഗംഭീരമായിട്ടുള്ള നോട്ടീസാണ്, നല്ല പരിപാടികളാണ്. അദ്ദേഹം ഇങ്ങനെ നമ്മളെ നോക്കി, കൃഷ്ണദാസ് അല്ലേ ആവുക. അവർ കുട്ടികളൊക്കെ പറഞ്ഞു, ആരോ 1-2 ആളുകൾ നിങ്ങളെപ്പറ്റി അറിയാം, വേറെ ആളെ അഡ്രസ്സ് തന്നിട്ടാണ് അപ്പം അങ്ങോട്ട് വന്നത്. ഞങ്ങളിവിടെ കുറേ കാലമായിട്ട് ഒരു 10-20 കൊല്ലമായിട്ട് സപ്താഹം സെറ്റായിട്ട് നടക്കുന്നുണ്ട്. ശേഷാൻ സ്വാമിയൊക്കെ വന്നിട്ടുണ്ട്, ഉദിച്ചൈതന്യൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പറയൽ കേട്ടാൽ എന്താ അറിയോ, അവരൊരു വലിയ തൊഴിൽ ദാതാവും ഇവരുടെ കാര്യം കൊണ്ട് ഓരോരുത്തർക്ക് പണി കൊടുക്കണമെന്നുള്ളതല്ലേ. ഓരോ ഭാവമാണല്ലോ ആളുകൾ. ഓ ആയിക്കോട്ടെ, നമ്മൾ മുണ്ട് കേട്ടു. അങ്ങേക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ പറയാട്ടോ. കണ്ടീഷനൊന്നുമില്ല. ഒരു വിളക്ക്, നെയ്വിളക്ക്, ഒരു നല്ലെണ്ണ തന്നെ ആവണം കേട്ടോ. ഈറ്റബിളായിട്ടുള്ള എണ്ണയാവണം കത്തിക്കേണ്ടത്. നോട്ട് ഫോർ ഈറ്റബിൾ എന്ന് പറഞ്ഞ് എഴുതിയ സാധനം വാങ്ങരുത്. കാരണം അത് ഇറച്ചിൻ്റെ എല്ലിൻ്റെയൊക്കെ പല വേസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ശബ്ദ സംവിധാനം നന്നാവണം. കാരണം എന്തെങ്കിലും സ്തുതികളോ പാട്ടോ ഒക്കെ പാടുമ്പോൾ ആ ഒരു മണി അടിച്ചാൽ നീന്നൊരു അതിൻ്റെ ഒരു കമ്പനം ഉണ്ടല്ലോ, ആ കമ്പനം നിൽക്കുന്ന നിലയിൽ ട്യൂണിങ് കറക്റ്റായാലാണ് അനായാസേന തൊണ്ടയ്ക്ക് വിഷമമില്ലാതെ പറയാനും പാടാനും പറ്റൂ. അതിലൊരു വിട്ടുവീഴ്ചയും പറ്റില്ല. അതിൽ വിട്ടുവീഴ്ച വന്നാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറയും. ഓ അത് ശരി, ആയിക്കോട്ടെ, അത്രയായി. ഓരോ അമ്പലത്തിൻ്റെ സൈഡിൽ ചെറിയൊരു ചായ്പുണ്ട്, വാർപ്പന്നെയാണ്. അതിലൊരു കട്ടിലിട്ടിട്ടുണ്ട്. ആ കട്ടിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രത്യേകമായിട്ടുള്ള താളങ്ങൾ ആ കട്ടിൽ നിന്ന് വരും. ഇരിക്കുമ്പോഴൊരു താളം, കിടക്കുമ്പോൾ ഒരു താളം, എണീക്കുമ്പോൾ ഒരു താളം. പിന്നെ പഴയ ചില പാട്ടുകൾ ഇങ്ങനെ ഓർമ്മയിൽ ഉണ്ടാവണം. വേദിയിൽ പാടിയാൽ പോരാ, എവിടെ ബാത്റൂമിലും ആ പാട്ട് വേണം, കാരണം ഉള്ളിൽ കുറ്റിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ പോയി പരിപാടികളൊക്കെ വരെ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം പറഞ്ഞ മണിയേട്ടൻ വന്നു. വരുമ്പോൾ 2 കുട്ടിസഞ്ചി നിറയെ നേരത്തെ പറഞ്ഞ അണ്ടിപ്പരിപ്പും ആപ്പിളും സാധനങ്ങളൊക്കെ പാടകൂടി കാഴ്ചത്തിരുവീങ്ങളായിട്ട് വന്നിട്ടൊരു ഉണ്ട്. ഞാൻ എണീച്ചു. ഒരു കസേര ഇട്ടിട്ടുണ്ട്. 1-2 ആളുകൾ കാണാൻ വന്നിരിക്കാൻ വേണ്ടി 3-4 കസേര റൂമിൽ തന്നിട്ടുണ്ട്. ഇരുന്നോളൂ. വേണ്ട. അല്ല ഇരിക്കാം. അല്ല ഞാൻ ഇവിടെ നിൽക്കാം. അല്ല അങ്ങ് നിന്ന് വെച്ചാൽ ഞാനും നിൽക്കും. കാരണം ഒരാൾ നിന്നിട്ട് ഒരാൾ അത് സുഖം പോരാ. ഞാനേ ഒരു കാര്യത്തിന് അനുവാദം തരണം. എന്താ അത്? എനിക്കൊന്ന് നമസ്കരിക്കണം. ഇപ്പോൾ ഒറ്റ നമസ്കാരം. 2 ആൾ അങ്ങോട്ടും കൂടി കൊട്ടിപ്പടിഞ്ഞ് വീഴാത്ത ഭാഗ്യം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ശരീരഘടനയും പ്രായവും ഒക്കെ കൂടി ആവുമ്പോഴേ ചോട്ടിലങ്ങോട്ട് ഇരുന്നു. ഇവിടുന്ന്
സത്യത്തിൽ അങ്ങ് പറഞ്ഞു, അങ്ങയുടെ നിബന്ധനയും കാര്യങ്ങളൊക്കെ ശബ്ദത്തിന് ഇത്തിരി ഘനമുണ്ട്, അതിനുള്ള സംവിധാനം മാത്രം മതി, ബാക്കി വന്നോളും എന്നങ്ങ് പറഞ്ഞു. അത് അനുഭവത്തിലായി. ഈ അങ്ങയെപ്പറ്റി അങ്ങനെ കേട്ടും കണ്ടും പരിചയമില്ലാത്തതുകൊണ്ടേ എന്താവുന്നൊരു ആധി ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ബോധപൂർവം മാഹാത്മ്യത്തിന് വന്നിരുന്നില്ല. എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലല്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി നമ്മുടെ മേലെ കയറി, അങ്ങനെയുണ്ടേ. അപ്പം ഞാനങ്ങനെ മാറി പറ്റി നിന്നു. അപ്പോൾ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ വെച്ച് വേലിപ്പള്ളിയിൽ നിന്നപ്പോൾ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസം അങ്ങ് ആ നാവ് കൂടെയാതെ എന്ന് പാടിയില്ലേ, ഓ അതിൽ ഒന്നും പറയാനില്ല. പിന്നെ സന്തോഷമായി. പിന്നെ പറഞ്ഞു മകൾക്കൊരു വീടുണ്ട്, ഞാൻ ഇരിക്കുന്നത് വലിയ വീട്ടിലാണ്, മകൻ്റെ വീട് അപ്പുറത്തുണ്ട്, ഒക്കെ ഒരു ഫർലോങ്ങിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, പൂട്ടിയിട്ടിരിക്കുകയാണ്, അത് ഉപയോഗപ്പെടുത്താം. വേണ്ട, അതെന്താ, ഞങ്ങൾ ഇവിടെയായിട്ട് പൊരുത്തപ്പെട്ടി. കാരണം ഈ ബാത്റൂമിൽ പോയിട്ടുള്ള മൂളിപ്പാട്ടും ഈ കട്ടിലിൻ്റെ താളവും രാഗവും ഒക്കെ എന്തായി, ശീലായി. ഇനിയിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് പോവാം, ബാക്കി ദിവസമല്ലേ വേണ്ടൂ എന്ന് പറഞ്ഞു എന്നാണ് അനുഭവം. എന്തിനാ ഈ കഥ പറഞ്ഞത്? കാഴ്ചയിൽ എന്തൊക്കെയാണോ ഒപ്പിക്കുക എന്നുള്ളൊരു തോന്നൽ വരികയാണ് ആദ്യം. മനസ്സിലായില്ലേ? അത് ഓരോ ദിവസങ്ങളിൽ മത്സ്യം വളർന്നു വളർന്നു വന്നു എന്ന് പറയുമ്പോൾ ഗുരു എന്നൊരു തത്വം ചെറുതായിട്ട് തന്നെ ഇരിക്കും. ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാഹ ഗുരുർയുവാ ഗുരൗസ് മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഹ. ഗുരുതത്വം എന്നത് വളരെ ചെറുതായിട്ടിരിക്കും കാഴ്ചയിൽ. പക്ഷേ ശിഷ്യന്മാരുടെ പിടിച്ചെടുക്കുവാനുള്ള കഴിവിനനുസൃതമായി കൊണ്ട് ആ മഹാതത്വത്തിൽ നിന്ന് ഈ മാധ്യമത്തിലൂടെ അനർഗള നിർഗളമായിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും എന്നാണ് ഇതിൻ്റെ തത്വം. പിന്നെയോ അവിടെയും ഇവിടെയും വളവും തിരിവില്ലാതെ കണ്ട്, തോണിയുടെ പ്രത്യേകത ഏതാണല്ലോ, ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ല, വളവുമില്ല, തിരിവുമില്ല, ഒന്നുമില്ല, നേരെ മറുകരയ്ക്ക് എത്തിക്കും. നാമമാകുന്ന തോണിയിൽ സദ്ഗുരുനാഥനെ അങ്ങോട്ട് ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിച്ചാൽ എത്തിക്കേണ്ടടുത്തേക്ക് എത്തിച്ചോളും എന്നൊരു തത്വം ഇതിൽ പ്രതിപാദിച്ചു എന്നാണ്. പിന്നീട് വംശപരമ്പരയിൽ ഇക്ഷ്വാകു മുതലായിട്ടുള്ള ആളുകൾ, അതിൽ ശര്യാദി എന്നൊരു മഹാരാജാവിൻ്റെ കഥ. ആ ശര്യാദിക്ക് ചെറിയ ഫാമിലിയാണ്, 4000 ഭാര്യമാർ, മക്കളുണ്ടായിരുന്നില്ല. അവസാനം ഒരു ഭാര്യ പ്രസവിച്ചു, ഭേദബുദ്ധിയില്ലാതെ കഴിഞ്ഞു എന്നതുകൊണ്ട് ആ ഭാര്യയുടെ പേര് പറഞ്ഞില്ല. ആ കുട്ടിക്ക് എല്ലാവരും കൂടി എന്ത് പേരിട്ടു അറിയോ? സുകന്യ എന്ന പേരിട്ടു. സുകന്യ. ഒരിക്കൽ ഈ സുകന്യ തൻ്റെ തോഴികളും മറ്റുമൊക്കെ ആയിട്ട് ഇടയ്ക്കൊരു ഔട്ടിങ് ആർക്കാ ഇഷ്ടമില്ലാത്തതില്ലേ? ഒരു പുറത്ത് പോവുകയും ഭക്ഷണം കഴിക്കുക, പുറത്തുനിന്ന് ഒരു സിനിമയ്ക്ക് പോവുക, വീഗാലാൻഡിലേക്ക് മലമ്പുഴ, ഇങ്ങനെ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തത്? അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ഒരു ഔട്ടിങ്ങിന് പോയി. വനത്തിലേക്കാണ് പോയത്. പ്രകൃതിയുടെ അനുഭവിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് വനം, ഒരു കുട്ടിക്കുന്നുകൾ, അരുവി ഒഴുകുന്നുണ്ട്, അങ്ങനെയാണ്. എന്നാൽ കൊടുങ്കാടല്ല, ഒരു സാമാന്യന നല്ല ഒരു കാട്. അവിടേക്ക് പോയി. അവിടെ പോയി അങ്ങോട്ട് എത്തി ടെൻ്റ് അടിച്ചപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓരോന്നായിട്ട് തിരിഞ്ഞു. അങ്ങനെയാണ്. ഈ രത്നം പൊടിയുടെ ആൾക്കാരുണ്ട് അല്ലേ, അവരിങ്ങനെ മടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മറ്റേ ആളിങ്ങനെ കൈ ഇങ്ങനെ കാട്ടും. എന്താ ഗുണം? ഒരു തൊട്ടങ്ങോട്ട് ഒടിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ആളിനെയൊക്കെ തുമ്പിക്കും. ഇത് കൊണ്ടങ്ങോട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ പരിസരത്തുള്ള ആളുകളൊക്കെ തുമ്പും. അങ്ങനെ ഒരു വിഭാഗം. പിന്നെ ചിലർ ആത്മാവിന് പുക കൊടുക്കണ ഒരു വിഭാഗമുണ്ട്. അങ്ങനെയാണ്, പുക വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു വിഭാഗം. പിന്നെ അർച്ചക കൂട്ടങ്ങൾ, ക്ലാവറായ നമ, ഇസ്പേഡായ നമ, അഢ്യായ നമ, അങ്ങനെ ഒരു വിഭാഗം. ചെറിയ കുട്ടികൾക്കോ വട്ടുകളിയാണ്. ഒരു വട്ടുകളി, വളപ്പൊട്ടുകളി, ഇങ്ങനെയൊക്കെയുള്ള കളികളായിട്ട് അങ്ങനെ വട്ടുകളിയും വളപ്പൊട്ടുകളിയും കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പൂമ്പാറ്റ വഴിക്ക് വന്നപ്പോൾ ഈ സുകന്യ പറഞ്ഞു, ശശികളെ നമുക്ക് അതിനെ പിടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പൂമ്പാറ്റയെ പിടിക്കാനായിട്ട് പോയി. പൂമ്പാറ്റ അടുത്തുകൂടെ വന്നങ്ങനെ പറന്നിട്ട് ഒരു കൊച്ചു കുന്നിൻ്റെ മേലെ പോയിട്ടിരുന്നു. കുന്നിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി കിട്ടും എന്നുള്ള നിലയിൽ പോയിട്ട് അങ്ങനെ പിടിക്കാൻ പോയത് അത് വീണു കയ്യും കാലും മുട്ടു. ചിരകില്ല, മണ്ണാണ്, അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. ഇത്തിരി അഴുക്കായി. എണീച്ച് നിന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്താ അറിയോ? ഈ കുന്നുമ്മൽ 2 കുഞ്ഞു തുളകൾ, അതിൽ 2 വൈരക്കല്ലുകൾ ഇങ്ങനെ തിളങ്ങുക. ഇത് നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കോലെടുത്തിട്ട് ആ ഒരു വൈരക്കല്ലിക്ക് ഇങ്ങനെ തൊട്ടപ്പോൾ
എന്നൊരു ശബ്ദം വന്നു. കോലിൻ്റെ തലപ്പ് ഒരു ചുവന്ന മഷിയായി. അപ്പോൾ മറ്റേ കല്ല് എന്നാൽ അതെടുക്കുക. അപ്പോഴും സംഗതി കിട്ടിയില്ല. അതിലും ഭഗവാൻ എന്തോ അപകടം പറ്റി തോന്നണമെന്ന് പറഞ്ഞിട്ട് വേഗം, കുട്ടികളങ്ങനെയാണല്ലോ, ഏടാവടം ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ വീട്ടിൽ പോയി എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ വേഗം വീട്ടിൽ പോകാതെ വീട്ടിൽ പോയി. പക്ഷേ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടും രാജാവിനും മന്ത്രിക്കും പരിവാരങ്ങൾക്കും എല്ലാവർക്കും ഒരു പ്രത്യേക അനുഭവം. വയറൊക്കെ ഇങ്ങോട്ട് മുറുകിയിട്ട് മലമൂത്ര വിസർജനം ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഓടി ബാത്റൂമിൽ പോയി കഴിക്കാൻ സംഗതി പോയില്ല. അങ്ങോട്ട് സ്തംഭിച്ചു. വല്ലാത്തൊരു വിഷമാണല്ലോ. ഇത് നീഹാരം സാധിക്കാതെ കണ്ട് മുറുകിക്കഴിഞ്ഞാൽ വല്ലാത്ത അസ്വാസ്ഥ്യമാണ്. രാജാവ് ബുദ്ധിമാനാണ്. ഋഷികളെയും ഒപ്പുള്ള ആളുകളെയും വിളിച്ചു. അതെ, ഒന്ന് വരുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. തിരുമനസ്സിനുണ്ടോ? ആദ്യം ഒക്കെ ഉണ്ട്. സ്ത്രീകൾക്കും അന്തപുരത്തിലെ എല്ലാ ആളുകൾക്കും ഉണ്ട്. എന്താ പറ്റിയത്? നമ്മൾ പോയ ഭാഗത്തൊരു മഹാത്മാവ് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ആരെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപദ്രവം ചെയ്തോന്നാ അപ്പം എനിക്ക് സംശയം. അതല്ലാതെ അപ്പം അങ്ങനെ വരാൻ വഴിയില്ല. തമ്മിൽ ചോദിച്ചു. ആരുമല്ല. ഈ കൺഫ്യൂഷൻ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി. കുട്ടി മെല്ലെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനേ പിന്നെ വളപ്പൊട്ട് കളിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോഴൊരു തുമ്പി വന്നിരുന്നു. അതിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കുന്നു പോയിരുന്നേ. എന്നിട്ട് ഞാൻ ശശിയിലെയും കൂടി അവിടെ പോയി. അപ്പോൾ 2 വൈരക്കല്ല് തള്ളങ്ങളും കണ്ടി. അതെടുക്കാൻ വേണ്ടി കോലെടുത്ത് ഇങ്ങനെ കുത്തിയപ്പോൾ ഒരു ഒച്ച വന്നു. കിട്ടിയില്ലേ? സംശയം തോന്നിയത്. വേഗം വാഹനം തയ്യാറാക്കി അവിടെ പോയി. പറഞ്ഞ ലക്ഷണപ്രകാരം ആ മഹാത്മാവ് തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണത്. അതിൻ്റെ ഉള്ളിലുണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ ശ്വാസം പിടിച്ച് മെല്ലെ കൊടുവാളെടുത്ത് ആ മണ്ണിൻ്റെ പുറ്റിനെ അങ്ങോട്ട് ചകഞ്ഞ് മാറ്റി അങ്ങോട്ട് പൊളിച്ചെടുത്തപ്പോൾ പത്മാസനത്തിൽ വസ്ത്രഹീനായിട്ടിരിക്കുകയാണ്. ഒരു കൗവീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെതൽ വന്ന് തിന്നു. ചെതലിനാൽ മൂടപ്പെട്ടിട്ടുണ്ട്. 2 കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് രക്തം വന്നിരിക്കണം. അമ്മേ, വല്ലാത്തൊരു വിഷമമായല്ലോ. ഇതാണ് കാരണം എന്ന് മനസ്സിലായി. സാഷ്ടാംഗം പ്രണയിച്ചിട്ട് പറഞ്ഞു, മഹാത്മൻ പൊറുക്കണം, അറിവില്ലാതെ പറ്റിയിട്ടുള്ള തെറ്റാണ്, അങ്ങ് ശാപം പിൻവലിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു. ഉണർന്നു അദ്ദേഹം തപസ്സിൽ നിന്ന്. ആരാ? ഞാൻ ശര്യാദി മഹാരാജാവാണ്. എന്താ അങ്ങ് പറഞ്ഞ? അല്ല, ഞങ്ങളോട് കോപം തോന്നരുത്, ശാപം പിൻവലിക്കണം. ഒരു അഹിതം നമ്മുടെ ഭാഗത്തുണ്ടായി. നമ്മുടെ കുട്ടി അറിയാതെ കണ്ട് അങ്ങയുടെ കണ്ണ് തിളങ്ങുമ്പോൾ വൈരക്കല്ലാണെന്ന് തെറ്റിദ്ധരിച്ച് തോണ്ടാൻ ശ്രമിച്ചതാണ്. അതാണിപ്പോൾ. അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, ഞങ്ങളൊന്നും ആരെയും ശപിക്കാറില്ല. ആളുകൾക്ക് നമ്മളെ കൊണ്ടും ശല്യം വേണ്ട, ആളുകളുടെ ശല്യം നമുക്കും വേണ്ട വെച്ചിട്ടാണല്ലോ ഞങ്ങളൊരു മൂലയ്ക്ക് വനത്തിൽ വന്നിട്ട് ഇവിടെ കണ്ണടച്ചിരുന്നിട്ട് ജപിക്കണത്. അപ്പോൾ എവിടെയും സൂര്യക്കെടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ലല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ എന്നാണ്. എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ ഈ കോപതാപങ്ങളിലൂടെ ജീവോർജവും ആത്മീയോർജവും നശിക്കുമെന്നതുകൊണ്ട് ബുദ്ധിയുള്ളവരാരും ആരെയും ശപിക്കില്ല. പക്ഷേ അവരെ ചുറ്റിപ്പറ്റിയിട്ട് ദേവീപാദം ഭജിപ്പോർക്ക് വരാ ദുഃഖമശേഷവും. ദേവീപാദം ഭജിക്കുന്ന ആളുകൾക്ക് ദുഃഖം ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടാവുമ്പോൾ അതിൽ ശ്രേയസ് ഉണ്ടാവും. അത് മാത്രമല്ല, പിന്നെ ശക്തിഭക്തനുവൻ തെറ്റു ചെയ്തൊരാൾ ഏതു മട്ടിലും സുഖിയായി വരാ സാക്ഷാൽ ശിവൻ താൻ രക്ഷ ചെയ്യലും. ശക്തി ഉപാസന ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഗുരുത്തക്കെട്ട് ആരെങ്കിലും ഒപ്പിച്ചാൽ മഹാദേവൻ പോലും ആ കേസ് ഏൽക്കില്ല, അനുഭവിക്കേണ്ടി വരും. അതപ്പോൾ പറ്റിയത്. ഞാൻ ചെയ്തില്ല. നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് ചില സൂക്ഷ്മഗ്രഹങ്ങളും ദേവതമാരും ഉണ്ട്. അവർ ചെയ്ത പണിയാണ്. മനസ്സിലായി? ആശയം വ്യക്തമായോ? ഇപ്പോൾ എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പ്രസിഡൻറ്റ് വരുന്നു മറ്റന്നാളെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? IB EV മുതലായിട്ടുള്ള ആളുകളൊക്കെ നേരത്തെ കൂട്ടി വന്നു കൂടും അല്ലേ? പല ഭാഗത്തവർ ഒരു അറിയപ്പെടാത്ത ഡ്രസ്സിൽ ഇങ്ങനെ പെട്ടിക്കടയിൽ നിന്നിട്ട് ആരെങ്കിലും ഒരാൾ ചങ്ങാതിനൊക്കെ ഞാൻ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ടൊരു ഡയലോഗ് പ്രസിഡൻറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പെട എവിടുന്നാ വരിക എന്നറിയില്ല. സംഗതി മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ സംഭവിക്കണത്? അല്ല. അതെന്താ അത്? താഴെ തട്ടിലുള്ള അവരോട് ബന്ധപ്പെട്ട ചില അധികാരവർഗങ്ങളിൽ ചില കണ്ണികൾ ഇതിനെ പ്രതിരോധിച്ചു എന്നാണ്. ഇതുപോലെ ഒരു സിദ്ധനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി കവചരൂപത്തിൽ സൂക്ഷ്മഗ്രഹങ്ങളുടെ ദേവതകളുടെ ഒരു കൂട്ടുണ്ടാവും. അവരാണ് ഇവർ പോലും അറിയാതെ പ്രതികരിക്കുന്നത്. ഇതാണ് പറ്റിയതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പരിഹാരം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മോഹമുണ്ട് എന്ന് പറഞ്ഞു. പരിഹാരം ചെയ്യണം. ഇപ്പം എങ്ങനെയാണ് ഉദ്ദേശിക്കണത്? അല്ല അത് പരിഹാരം ചെയ്യണം.
അങ്ങ് അനുവദിക്കണം, ഞങ്ങൾക്കിതിനൊരു മോചനം വേണമല്ലോ. അങ്ങ് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ആരാണോ ഈ കൃത്യം ചെയ്തത് ആ കുട്ടി നമ്മളെ ശുശ്രൂഷിക്കട്ടെ. രാജകുമാരി മൂപ്പരിനെ ഇദ്ദേഹത്തിന് വന്നു ഒരു ദേഷ്യം, ശരിക്കും വന്ന ദേഷ്യം തലകഴായി പിടിച്ച് കുത്താനാണ് തോന്നിയത്. അറിയാതൊരു കുത്തിയാൽ ഇപ്പോൾ ഈ അനുഭവം വന്നാൽ അറിഞ്ഞു കുത്തിയാലത്തെ കഥ എന്താകുമെന്ന് പേടിയുണ്ടേനും. ഏതായാലും സങ്കടത്തോടു കൂടിയിട്ട് അദ്ദേഹം ഗൃഹത്തിലേക്ക് വന്നു. പത്നിമാരൊക്കെ വട്ടം കൂടി എന്തുണ്ടായി എന്ന് ചോദിച്ചു. കാര്യം നടന്നില്ല, ഉദ്ദേശമാരി ആയില്ല എന്നുള്ളു. മന്ത്രിമാർ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അതാ ഉണക്കസ്വാമിയുടെ ഒരു പത്രാസ് എന്നല്ലാതെ ഇപ്പം എന്താ പറയുക, മഹാരാജാവ് പോയിട്ട് നല്ല ഓഫർ വെച്ച് അയാളത് കേൾക്കില്ലേ വേണ്ടു. നമ്മുടെ കുട്ടി ഇപ്പം അത്ര വലിയ തെറ്റ് ചെയ്തു, അറിയാണ്ടൊരു കോലെടുത്തി കുത്തി കണ്ണുപോയി, അത് വലിയ കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളല്ലേ, ഇങ്ങനെയൊക്കെ ന്യായീകരിച്ച് നോക്കി എന്ന് പറയുകയാണ്. അതിലൊന്നും ഈ കുട്ടി അത് കേട്ടു. ശശികല ക്ഷത്രിയ കുട്ടിയല്ലേ, അതിൻ്റെ ഒരു വീര്യം, ക്ഷാത്രവീര്യമുണ്ട്. കുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ഭാഗത്ത് തന്നെ ബോധപൂർവം അല്ലെങ്കിലും ആ തെറ്റ് പറ്റിയത് എൻ്റെ ഭാഗത്താണ്, അത് പരിഹാരം ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ തോന്നണമുണ്ട്. ഞാൻ ഒരാൾ പോയിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചാൽ എല്ലാ ആളുകൾക്കും സൗഖ്യമുണ്ടാകുമെങ്കിൽ ഞാനൊരാൾ പോയി ത്യാഗം ചെയ്യുന്നതല്ലേ നല്ലത്. ആലോചിച്ചപ്പോൾ യുക്തിയുണ്ട്. പക്ഷേ കുട്ടി ഈ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കാട്ടിലൊക്കെ പോയിട്ട് ആ കണ്ണ് കാണാത്ത സ്വാമിയെ ശുശ്രൂഷിക്കുക എളുപ്പമാണോ? അല്ല, ഞാൻ പോവാം. അതെ, ഇല്ലെങ്കിൽ പിന്നെ ജന്മാന്തരങ്ങൾ ഈ മഹാത്മാക്കളുടെ ശാപം അനുഭവിക്കണ്ടേ, നമ്മുടെ വംശം നശിക്കില്ലേ. അങ്ങനെയാണ് ഇത് പറയുമ്പോൾ കുറ്റം പറയാൻ തോന്നണ്ട. ഒരു വ്യക്തി ചിന്തിച്ചാൽ മതി. പേജോവാർ മഠാധിപതി സുദേശിന് നല്ല ആലോചിച്ചാൽ മനസ്സിലാവും. കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ സമാധിയായി, കർണാടകയിലാണ്. സത്വികനായിട്ടുള്ള ഗൗഡ സാരസ്വത ബ്രാഹ്മണനാണ്. അദ്ദേഹം വന്നപ്പോൾ ഭീകരവാദിയാണ്, ബോംബും കൊണ്ടാ വന്ന അത് ഇതെന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ആക്ഷേപം ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വിദ്വാൻ്റെ വക ഒരു പരാമർശം ഉണ്ടായി. അന്ന് ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു, വേണ്ട, പരമ്പരയ്ക്ക് വലിയ വിഷമം വരാതിരിക്കണമെങ്കിൽ അദ്ദേഹം നിങ്ങൾ ഈ പറഞ്ഞ ആളുമല്ല, ഉദ്ദേശിച്ച ആളുമല്ല, സാഷ്ടാംഗം വീണ് പ്രണമിച്ച് സമസ്താപരാധം പറഞ്ഞാൽ വലിയ അപകടത്തിൽ നിന്ന് ഒഴിവാവാം. അപ്പോൾ എന്ത് ചെയ്തറിയോ, ശിൽബന്തികളെ വിട്ടിട്ട് സ്വാമി വടകരയിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ നായക്കുറണ പൊടി വെതറി. സ്വാമി 1.5 മണിക്കൂർ സംസാരിക്കാറുന്നത് ചൊറിഞ്ഞിട്ട് 2 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ. അതിന് ശേഷം ഒരു മകൻ ചെല്ലിമുളം കാടുകളിലെല്ലാം പഠന കേസ് പെട്ട് ടെസ്റ്റും ഗസ്റ്റുമായിട്ട് അങ്ങനെ വേറൊരാൾ പുല്ലും വൈക്കോലും സൗകര്യം ചെയ്ത് വലിപ്പിക്കാൻ, ജനങ്ങളെ വലിപ്പിക്കാനും കോടികൾ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിച്ചിട്ട് സംസ്ഥാനം വിട്ട് വേറൊരു ഭാഗത്ത് അങ്ങനെ തൻ്റെ മൂട്ടിലൊരു കേട് വന്നിട്ട് എങ്ങനെ വേറെ ഒരു ഈ മറ്റേ ചുണ്ണാമ്പ് തേക്കണൊരു മെഷീൻ ഫ്രീ ആയിട്ട് കിട്ടിയതിൻ്റെ പേരിൽ ഭാര്യയുടെ കാര്യം ഇങ്ങനെ അങ്ങനെ 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 പോയി അസ്തുവായി. ശ്രദ്ധിക്കുക, തരക്കാരോട് കളിക്കുക. മഹാത്മാക്കളോടും തപസ്സികളോടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വികാരം വെച്ചിട്ട് കോർക്കാൻ നിന്നാൽ വംശം മുടിയും എന്നാണ്. അതെ, അപ്പോൾ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യുക? അബദ്ധം വന്നു എന്ന് മനസ്സിലായാൽ ന്യായീകരിക്കാൻ നിൽക്കാതെ വീണ് പ്രണമിച്ചുകൊള്ളുക എന്നാണ്. അതാണ് ആ കുട്ടി പറഞ്ഞത്. നേരെ ചെന്നു, മനസ്സില്ലാ മനസ്സോടെ രാജാവ് അയച്ചു. കുട്ടി വന്നു, അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഹാവഭാവങ്ങളില്ലാതെ പിന്നെ കാട്ടിലേക്ക് യോജിച്ച വസ്ത്രം, ആ കാവ്യവസ്ത്രവും ആ രുദ്രാക്ഷം കെട്ടിയിട്ടുള്ള കടുക്കനും ഒക്കെ ഇട്ട് ജപമാലയൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി. ശൗചത്തിന് വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പുറ്റുമണ്ണ് ശുദ്ധീകരിക്കാൻ, മഡ് ബാത്ത് എന്നാണ് പറയുക. അപ്പോൾ ഈ മണ്ണ് നല്ല സാധനമാണ്, നമ്മുടെ പഴയ ആചാരം. ഇപ്പോൾ അങ്ങനെ മഡ് ബാത്ത് ചെയ്യണമെങ്കിൽ 3000 രൂപ ഫീസ് കെട്ടണം അല്ലേ? അതെ, മണ്ണ് തേച്ച് കുളിക്കുക. ദുർഗന്ധമില്ലാതാവാനും ശരീരത്തിലെ കോശങ്ങൾ ഉത്ഭൂതമാകാനും ത്വക്ക് നന്നാവാനൊക്കെ നല്ലതാണ്. നല്ല മണ്ണായിരിക്കണം കേട്ടോ. അതെ, അപ്പോൾ ഇങ്ങനെയുള്ള സമ്പ്രദായത്തിലൊക്കെ അങ്ങനെ ജീവിച്ചു വന്നു. അതിന് 2 കുളിയാണല്ലോ സ്ത്രീകൾക്ക്, സ്വാഭാവികമായിട്ട് വീട്ടമ്മമാർക്ക്. എന്താ അത്? ആദ്യത്തേത് അന്നക്ഷേത്രത്തിലേക്ക്, അടുക്കളയ്ക്ക് എന്താ പേര് പറയുക? അന്നക്ഷേത്രം. മനസ്സിലായില്ലേ? ആ ദേവി അന്നപൂർണേശ്വരി വിളയാടുന്ന സ്ഥലമാണ്. അപ്പോൾ അഗ്നി ഈശ്വരനുമാണ്. അഗ്നി തൊടണമെങ്കിൽ ശുദ്ധി ഉണ്ടാവണം. അപ്പോൾ കുളിച്ച് ശുചിയായിട്ട് പ്രാർത്ഥനയോടുകൂടി ഒരു നുള്ളു ഭസ്മട്ടർ വേണം അടുക്കളയിലേക്ക് കയറാൻ. സ്വാമിജി അത് പറ്റില്ല. അതെന്താ? എനിക്ക് രാവിലെ നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ അപ്പോട്ട് നേരം നോക്കുമ്പോൾ അമ്മണി ചേച്ചിയെ നോക്കിയവർ ഇങ്ങനെ നിൽക്കേണ്ടി വരും പറഞ്ഞു. അങ്ങനെ സ്വാഗതം വരും, വിലക്കം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു,
കൈയും കാലും മുഖവും കഴുകിയിട്ട് ഒരു നുള്ളു ഭസ്മെങ്കിലും ഇട്ടോളൂ, നെറുവിലും ഒന്ന് തൊടുക. എന്താ അറിയോ, ഭസ്മശുദ്ധിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്, സ്നാനത്തേക്കാൾ പ്രാധാന്യം പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു ശുദ്ധി സ്വീകരിക്കണം. അതിന് ശേഷം അന്നക്ഷേത്രത്തിലേക്ക് കയറുക. എന്നിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മേ, നമ്മൾ പാചകം ചെയ്യുന്ന ഈ ആഹാരം പ്രസാദമായിട്ട് മാറണം. ഇത് ഉപയോഗപ്പെടുന്ന ആളുകൾക്ക് പ്രകർഷേണ ബുദ്ധി തെളിയുകയും വേണം, തൃപ്തി ഉണ്ടാവുകയും വേണം എന്ന നിലയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആഹാരം ഉണ്ടാക്കിയാൽ എന്തായി?